ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ ചന്ദ്രമതി സത്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ശ്രുതിയെ അടിച്ച് പുറത്താക്കുന്നുണ്ടല്ലേ. മറ്റ് നിവർത്തിയൊന്നും ഇല്ലാതെ ശ്രുതി നേരെ അഭയം തേടി മീരയുടെ വീട്ടിലോട്ടാണ് ചെല്ലുന്നത്. ചന്ദ്രമതി ആണെങ്കിൽ ശ്രുതിയെ മുൾമുനയിൽ നിർത്തിയേക്കാണ്. അതുകൊണ്ട് തന്നെ ശ്രുതിയെ തിരിച്ചു വിളിക്കാനും പറ്റുന്നില്ല. എന്തായാലും ചന്ദ്രമതിക്ക് ശ്രുതി ചെയ്ത കാര്യം ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ചന്ദ്രമതി എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാനിട്ടോ, അതായത് ശ്രുതിയും തമ്മിലുള്ള ഡിവോഴ്സ്. കാരണം അത്രക്കേറെ ദേഷ്യം വരാനിട്ടോ ചന്ദ്രമതിക്ക്. ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനൊക്കെ എതിർത്ത് ഡിവോഴ്സിന് ഒരുങ്ങാൻ തന്നെ ചന്ദ്രമതി തീരുമാനിക്കുകയാണ്. ഇതറിഞ്ഞ ശ്രുതി ആകെ പേടിച്ചില്ലാതായി പോകുന്നുണ്ട് കേട്ടോ. കാരണം മറ്റൊന്നല്ല, ശ്രുതിയുടെ മറ്റ് രഹസ്യങ്ങൾ ഇനിയും ചന്ദ്രമതി അറിയാൻ കിടക്കാണ്. ഈ ഒരു ചെറിയ കാര്യം അറിഞ്ഞപ്പോ തന്നെ ചന്ദ്രമതിയുടെ പെരുമാറ്റം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ അറിയാൻ കിടക്കുന്ന സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ പിന്നെ ചന്ദ്രമതി ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ ഡിവോഴ്സിന്റെ എപ്പിസോഡിലോട്ട് കടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ മുൻപത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ, അതായത് ശ്രുതിയെ അടിച്ച് പുറത്താക്കുന്ന എപ്പിസോഡ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ കണ്ട പ്രൊമോയിലെ ആ വീക്കിലെ മുഴുവൻ എപ്പിസോഡും ഞാൻ ഇന്നലെ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാതെയാണ് നിങ്ങൾ ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇത് വന്ന് കാണാം. അപ്പം ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, മുകളിലൊരു സൈഡിലായിട്ട് കാണിക്കും കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾക്ക് വീഡിയോയിലോട്ട് എത്താം. അപ്പം നമുക്ക് ഈ ഒരു എപ്പിസോഡിലോട്ട് കിടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് എല്ലാവരും നിരാശയോടെ ഡൈനിങ് ഹാളിൽ തന്നെ നിൽക്കുന്നതാണ്. ചന്ദ്രമതി ഓരോന്ന് ആലോചിച്ച് വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. രവിയാണെങ്കിലോ സോഫയിൽ ഇരുന്ന് എന്തൊക്കെയോ ആലോചിക്കാനിട്ടോ. ഒരു ഭാഗത്താണെങ്കിൽ സച്ചിയും രേവതിയും നിൽക്കുന്നുണ്ട്, മറുഭാഗത്ത് ശ്രീകാന്തും വർഷയും നിൽക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിയെ പുറത്താക്കിയതിന്റെ വിഷമത്തിൽ നിൽക്കാണ്. അതിനിടെ കൂടെ ശ്രുതി പറയുന്നുണ്ട്, അമ്മ ശ്രുതി മിണ്ടരുത്, അവന്റെ ഒരു ശ്രുതി. എടാ ശ്രുതി, നീയും അവളും കൂടി ചേർന്നല്ലേ ഇദ്ദേഹത്തെ പൊട്ടനാക്കിയത്? ഇദ്ദേഹം ആരാടാ? നിന്റെ അച്ഛനല്ലേ? അമ്മേ, അപ്പോഴത്തെ ഒരു മിണ്ടരുത്, നീ ഒരക്ഷരം മിണ്ടി പോവരുത്. കഴിഞ്ഞു, ഇവിടം കൊണ്ട് അവളും നീയും തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു. ഇത് കേട്ടപ്പോൾ തന്നെ ശ്രീകാന്തും വർഷയും അതുപോലെ രേവതിയും സച്ചിയൊക്കെ ഒന്ന് ഞെട്ടിത്തരിക്കാനിട്ടോ. തന്നെ ചതിച്ചതിലുള്ള വിഷമത്തിൽ ഒരു ഭാഗത്തിരിക്കാണ് രവി. അതുകൊണ്ട് രവി മറുപടി ഒന്നും കൊടുക്കാൻ പോയില്ല. ശ്രുതി പറയുന്നുണ്ട്, അമ്മ അങ്ങനെയൊന്നും പറയല്ലമ്മേ, എനിക്ക് ശ്രുതിയെ മറന്നുള്ളൊരു ജീവിതം വേണ്ട. എന്നാ പിന്നെ നീ അവളെ കൂടെ പോടാ. ഈ അമ്മയും അച്ഛനൊന്നും നിന്റെ കൂടെ ഉണ്ടാവില്ല. അവളൊരു ഒന്നാം തരം ഫ്രോഡാ. അവൾക്ക് അങ്ങനെ ഒരു അച്ഛൻ മലേഷ്യയിലുണ്ടോ? ഉണ്ടമ്മേ, ഉണ്ടെന്നോ? നീ കണ്ടിരുന്നോ? അവളിങ്ങനെ എപ്പോഴും ചുമ്മാ കള്ളം പറയുക. ചോദിക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞൊഴിഞ്ഞു മാറും. അയാൾക്ക് സംസാരിക്കാൻ നേരമില്ലെന്നൊക്കെ പറഞ്ഞ് അയാളുടെ അനുജനല്ലേ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അയാൾ ഇനി ഉള്ളതാണോന്ന് ആര് കണ്ട്? ദേ, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നീയും അവളും ഇനി മുന്നോട്ട് പോവില്ല. നിനക്കിനി വേറെ ജീവിതം. അവക്കിനി മലേഷ്യയിൽ അച്ഛൻ ഉണ്ടായിക്കോട്ടെ ഇല്ലാതിരിക്കട്ടെ, അതൊന്നും എനിക്ക് വിഷയമില്ല. ഇനി മുതൽ അവളെ പോലെ ഒരു മരുമകളെ എനിക്ക് വേണ്ട. അമ്മേ, ഇത്ര പെട്ടെന്നൊന്നുമല്ല, ഞാൻ ആലോചിച്ചും കണ്ടുമാണ് ഈ കാര്യം പറഞ്ഞത്. പിന്നെ ഇത്രയും കാലം നിനക്ക് വേണ്ടി ജീവിച്ച ഈ അമ്മയും അച്ഛനും നിനക്ക് വേണ്ട. അവള് മതിയെങ്കിൽ നിനക്ക് അവളുടെ കൂടെ ഇറങ്ങിപ്പോവാം. പിന്നെ ഒരിക്കൽ പോലും ഞങ്ങൾ കാണാൻ വരരുത്. ഞങ്ങൾ മരിച്ചാൽ പോലും ഞങ്ങളുടെ ശവം പോലും കാണാൻ നീ വരരുത്. അയ്യോ അമ്മ ഇങ്ങനെയൊന്നും പറയല്ല അമ്മേ, എനിക്ക് 2 പേരെയും വേണം അമ്മേ. നിർത്തടാ, ഇനി നിനക്ക് 2 പേരും ഇല്ല. ഞാൻ പറഞ്ഞതാ. ഇനി ഇതിൽ ആരെന്ത് തീരുമാനം മറുത്ത് പറഞ്ഞാലും എനിക്ക് എൻ്റെ തീരുമാനമാണ് വലുത്. അതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഞാൻ കടക്കില്ല. അപ്പം രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ, അമ്മ ഇതെന്തൊക്കെയാ ഈ പറയുന്നത്? എന്തെങ്കിലും ആലോചിച്ചും കണ്ടുമാണ് അമ്മ ഈ പറയുന്നത്. രേവതി, നീ മിണ്ടാതിരുന്നോ. നിന്റെ ശബ്ദം എങ്ങാനും കേട്ടാലേ അമ്മ പിന്നെ നിന്റെ നേരെ തിരിഞ്ഞു വരും. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ അച്ഛൻ അവിടുന്ന് എഴുന്നേറ്റ് പോവാണ് കേട്ടോ രവി. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, ഡാ സുധി, നിന്റെ ഫോൺ എവിടെ? എൻ്റെ ഫോൺ എന്തിനാ അമ്മേ? ആ ഫോൺ ഇങ്ങ് തന്നേ. അത് പിന്നെ അമ്മേ, ഇങ്ങ് തരാനല്ലേ പറഞ്ഞത്. ഇല്ലെങ്കിൽ നീ അവളെ വിളിച്ച് പലതും അറിയിക്കും. അത് പാടില്ല. ഇങ്ങ് താ. ഞാൻ എടുക്കുന്ന തീരുമാനം അവൾക്ക് വക്കീൽ നോട്ടീസ് എത്തിയാൽ മാത്രം അവൾ അറിയാൻ പാടുള്ളൂ. ഞാൻ കണ്ടെത്തിയ മരുമകളല്ലേ അവൾ അത്ര നല്ലവളല്ലെന്നുണ്ടെങ്കിൽ അവളെ പിഴുതെറിയാനും എനിക്കറിയാം. എൻ്റെ മകൻ അത്ര പ്രായമായിട്ടൊന്നുമില്ല. ഇവൻ ഇനിയും സുന്ദരിയായ പെൺപിള്ളേരെ കിട്ടും. ഇത്രയും കാലമായിട്ടും അവക്കൊരു ഗർഭിണിയാവാൻ പോലും സാധിച്ചിട്ടില്ല. പിന്നെ അവളെയൊക്കെ ഭാര്യ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇത് കേട്ടപ്പോൾ തന്നെ ശ്രീകാന്തിന്റെ ഭാര്യയ്ക്ക് പൊള്ളുകയാണ് കേട്ടോ. ശ്രീകാന്തിന്റെ ഭാര്യ പറയുന്നുണ്ട്, അതെന്താ ആന്റി അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾക്ക് ഇപ്പൊ ഇവരുടെ ഭാര്യമാരല്ലേ. ഈ പ്രസവിക്കാൻ കുറച്ച് നേരം വൈകിയവരൊക്കെ ഭാര്യമാരെല്ലാം എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അല്ല, ഇനി അത് പോട്ടെ, പ്രസവിക്കാത്ത ഭാര്യമാരല്ലാതിരിക്കോ? ഇത് കേട്ടപ്പോൾ കുറേ നാൾ കൊടുക്കണമെന്ന് വിചാരിച്ചു വെച്ചതൊക്കെ ചന്ദ്രമതി അവിടെ വെച്ച് കൊടുക്കാനിട്ടോ. എടി നിർത്തടി, നീ എന്താ കരുതിയത്? കുറച്ച് കാശുള്ള വീട്ടിൽ നിന്ന് കയറി വന്നതാന്ന് കരുതിയിട്ട് ചന്ദ്രമതിയുടെ തലയിൽ കിടന്ന് നിറങ്ങാന്നോ? എന്നാലേ നീ അത് നിന്റെ മനസ്സിൽ വെച്ചാൽ മതി. ദേ, ഇപ്പൊ ശ്രുതിക്കുണ്ടായ അനുഭവം നിനക്കും ഉണ്ടാവണ്ടെന്നുണ്ടെങ്കിൽ മിണ്ടാതെ വാപ്പൂട്ടി അവിടെ ഇരുന്നോ. കൊള്ളാം, അതേതായാലും നന്നായി. നിങ്ങളുടെ മനസ്സിലിരിപ്പ് അതിലൂടെ എന്താണെന്ന് ശ്രീകാന്തിന് എനിക്ക് മനസ്സിലായല്ലോ. അങ്ങനെ നിങ്ങൾ വിചാരിച്ചാലൊന്നും ശ്രീകാന്തിന് എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതിന് ഞാനും കൂടി തീരുമാനിക്കണം. പിന്നെ
നിങ്ങൾ അങ്ങ് പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് എന്നെ ഡിവോഴ്സ് ചെയ്യാൻ കാത്തു നിൽക്കുകയാണല്ലോ. ശ്രീകാന്തേ, നീ എന്നെ ഡിവോഴ്സ് ചെയ്യോ? അത് പിന്നെ എന്താ ആലോചിക്കാൻ? നീ എന്നെ ഡിവോഴ്സ് ചെയ്യോ ഇല്ലയോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഹെടാ, ഞാൻ പറഞ്ഞു ഇവളെ നീ ഡിവോഴ്സ് ഇല്ലേ? എൻ്റെ അമ്മേ, എന്നെ വെറുതെ വിട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊന്നും കയറുന്നില്ല. അമ്മേ, ഇപ്പം ഇവിടെ സുധിയേട്ടൻ്റെ പ്രശ്നമല്ലേ, അമ്മ അത് പരിഹരിക്കാൻ നോക്ക്. വെറുതെ ഒരു പ്രശ്നമില്ലാത്ത എൻ്റെ ലൈഫിൽ കയറി വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ അമ്മേ. ശ്രീകാന്തേ, നിന്റെ അമ്മയാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പൊ തന്നെ പറഞ്ഞത് കേട്ടില്ലേ? ഒരു ലോജിക്കുള്ള സ്ത്രീകൾ പറയുന്ന രീതിയിലല്ല നിന്റെ അമ്മ സംസാരിക്കുന്നത്. എടി, ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കൂടിപ്പോവും. നിന്നോടൊന്നും പറയുന്നേക്കാളും ഭേദം മിണ്ടാതിരിക്കുന്നതാ. പണക്കാരായ വീട്ടിൽ നിന്ന് വന്നവരല്ലേ, അതുകൊണ്ട് അവർക്ക് എല്ലാ സൗകര്യങ്ങളും വേണമെന്ന് കരുതി നിങ്ങൾക്കൊക്കെ ഞാൻ എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. ദേ, ഇവളെ കൊണ്ട് ജോലി എടുപ്പിച്ച് ഒരു ജോലിക്കാരിയെ പോലെ ഇവിടെ നിർത്തിയിട്ടല്ലേ നിങ്ങൾക്കൊക്കെ നേരത്തെ ഞാൻ ആഹാരം തന്നുകൊണ്ടിരിക്കുന്നത്. ഹാ, അത് ശരി. അപ്പോൾ ചേച്ചിയെ നിങ്ങൾ ജോലിക്കാരിയൊക്കെയാണല്ലേ കാണുന്നത്? എന്നാലേ ഞങ്ങൾ അങ്ങനെയല്ലേ കാണുന്നത്. ഞാൻ എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്താ രേവതി ചേച്ചിയെ കാണുന്നത്. അതുകൊണ്ട് രേവതി ചേച്ചി ഉണ്ടാക്കി തരുന്നത് ആസ്വദിച്ച് കഴിക്കുന്നതും എൻ്റെ ചേച്ചി എന്നുള്ള സ്ഥാനം കൊണ്ടാണ്. നിങ്ങൾ രേവതി ചേച്ചിയെ ചിലപ്പോൾ വേലക്കാരിയായിട്ടായിരിക്കും കാണുന്നത്. പക്ഷെ ഞാനും ശ്രീകാന്തും ഒരിക്കലും അങ്ങനെയല്ലേ കാണുന്നത്. എടാ ശ്രീകാന്തേ, ദേ ഇവളുടെ വാ മൂടി വെച്ചോ, നിനക്കതായിരിക്കും നല്ലത്. വർഷേ, നീ ഒന്ന് വന്നേ. ഇതും പറഞ്ഞുകൊണ്ട് വർഷയുടെ കൈ പിടിച്ച് അവിടുന്ന് വലിച്ചുകൊണ്ട് പോവാണ് കേട്ടോ ശ്രീകാന്ത്. അങ്ങനെ രേവതിയും സച്ചിയും അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയും സച്ചി നേരെ പുറത്തോട്ടാണ് വരുന്നത്. സച്ചേട്ടാ, എന്താ രേവതി, ഇവിടെ ഇപ്പൊ എന്തൊക്കെയാ സംഭവിക്കുന്നത്? എന്തൊക്കെയാ? അവര് ചെയ്ത വലിയൊരു കള്ളം പിടിച്ച് അതിനമ്മ വേണ്ട ശിക്ഷ കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷേ സച്ചേട്ടാ, ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞ അത് ഞാനും ആലോചിച്ചു. കുറച്ച് കടന്ന കൈയായി പോയത്. എന്നാലും അമ്മ ഒട്ടും ആലോചിക്കാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം പറയേണ്ടിയില്ലായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? അമ്മയെ തിരുത്താൻ ആരെക്കൊണ്ട് പറ്റത്തില്ല. മിക്കവാറും അവർ ഡിവോഴ്സ് ആവുന്നാ തോന്നുന്നത്. സച്ചേട്ടാ, അങ്ങനെ ഡിവോഴ്സ് ആവാൻ ഒരിക്കലും പാടില്ല. എൻ്റെ രേവതി, അതൊന്നും തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ. സുധിയാണെങ്കിൽ അമ്മ പറയുന്നത് മാത്രമേ കേൾക്കൂ. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഡിവോഴ്സ് നടക്കും. അതിലിപ്പോൾ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ദേ, ആ ശ്രുതിയെ പോലെ ഒരു ഉഗ്രൻ കേടിയുടെ കൂടെ ജീവിക്കുന്നേക്കാളും ഭേദം ശ്രുതിക്ക് മറ്റൊരു പെണ്ണിനെ കിട്ടും. അതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. ഒരിക്കലും ഈ പാർലർ കേടി നമ്മുടെ കുടുംബത്തിന് പറ്റിയൊരു പെണ്ണല്ല. സച്ചേട്ടാ, അവളുടെ സ്വഭാവം അല്പം മോശമൊക്കെ ആണ്. പക്ഷേ അതൊക്കെ നമ്മൾ പറഞ്ഞ് തിരുത്തി കൊടുത്താൽ മതി. എൻ്റെ രേവതി, അവൾ കൊച്ചുകുട്ടിയൊന്നുമല്ല അവളെ തിരുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. ദേ, നീ നിന്റെ പണി നോക്ക്. സച്ചേട്ടാ, ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായത് നമ്മൾ കാരണമല്ലേ സച്ചേട്ടാ? നമ്മൾ ആ നീലിമയെ തിരിച്ചറിഞ്ഞതുകൊണ്ടല്ലേ ഇവിടെ ഇപ്പം എല്ലാവരും സത്യങ്ങളൊക്കെ അറിഞ്ഞത്. പിന്നെ അതൊന്നും ആരും അറിയരുതെന്നാണോ? ഈ പൈസ കൊണ്ട് അവർ ആർഭാടമായിട്ട് കളിച്ചോട്ടെ എന്നാണോ? ദേ, ആ കാശ് നമുക്കും കൂടിയൊക്കെ അർഹതപ്പെട്ട കാശാ. ആയിക്കോട്ടെ, ആ കാശ് നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിലും ഇതൊക്കെ ഒരു അനുനയത്തിൽ ചെയ്യണമായിരുന്നു. സച്ചേട്ടൻ എല്ലാവരും കൂടി വിളിച്ച് അയാളെ വിചാരണ ചെയ്ത് നാണം കെടുത്തിയില്ല എല്ലാവരുടെ മുന്നിൽ വെച്ച്. എൻ്റെ രേവതി, ഈ ഒരു അവസരം നമുക്കെതിരെയാണ് അവർക്ക് ലഭിച്ചതെങ്കിലേ അവരിത് ഇതിനേക്കാളും വലിയ രീതിയിൽ ആഘോഷമാക്കുമായിരുന്നു. നമ്മളായതുകൊണ്ട് തൽക്കാലം ഇത് വിട്ടു. ഇല്ലെങ്കിലേ ഞാൻ അവൻ്റെ കഴുത്തേരിച്ച് കൊല്ലേണ്ടതായിരുന്നു. പിന്നെ അച്ഛൻ്റെ മുഖവും മാനസികാവസ്ഥയൊക്കെ കണ്ടിട്ടാ ഞാൻ മിണ്ടാതിരുന്നത്. എന്നാലും സച്ചേട്ടാ, നമ്മളെ കൊണ്ട് ഈ ഡിവോഴ്സിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. ദേ രേവതി, അതിനെന്നെ കൂട്ടി വിളിക്കണ്ട. സച്ചേട്ടാ, ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മീരയുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. മീരയുടെ വീട്ടിൽ മുകളിലൊരു ടെറസ് പോലത്തെ ഭാഗമല്ലേ, അവിടെയാണ് കേട്ടോ ഇവർ രണ്ടുപേരും ഇരിക്കുന്നത്. ശ്രുതി, ഇങ്ങനെ എത്ര ദിവസം എന്ന് വെച്ചിട്ടാ നീ മുന്നോട്ട് പോകുന്നത്? എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇതിന് കണ്ടെത്തണ്ടേ? കണ്ടെത്തണം. ശ്രുതിയെ വിളിച്ചിട്ടാണെങ്കിൽ ശ്രുതി ഫോൺ എടുക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ശ്രുതിക്ക് എന്തിനാ എന്നോട് ദേഷ്യം? ഞാനും ശ്രുതിയും കൂടി ചേർന്ന് നടത്തിയ നാടകമല്ലേ ഇത്? ശ്രുതി, നീ എന്ത് ചെയ്യാനെങ്കിലും ഇങ്ങനെ കള്ളക്കളി കളിച്ചിട്ടാ നിന്റെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് സംഭവിക്കുന്നത്. ഈ കാശ് അന്ന് നേരെ നിന്റെ ഭർത്താവിന്റെ അച്ഛനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാവുമായിരുന്നു. സച്ചിക്ക് നിങ്ങളെ നാണം കെടുത്താൻ വേണ്ടി ഒരു കാരണം ആവുമായിരുന്നു. ദേ, നീ ഒന്നാലോചിച്ച് നോക്ക്. നീ ചെയ്യുന്ന എല്ലാ പാപത്തിനും നിനക്ക് അധികം വൈകാതെ തന്നെ ഇപ്പൊ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചെയ്ത പാപത്തിനോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? നീ ഒരു വലിയ നഗ്ന സത്യം നിന്റെ മനസ്സിൽ മറച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് നീ എന്തെങ്കിലും ശ്രുതിയോട് സംസാരിച്ചിട്ടുണ്ടോ? അതൊക്കെ പോട്ടെ, നീ ഈ അടുത്തല്ലേ ആ രേവതിയുടെ കുടുംബത്തെ ചതിച്ചത്? നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി രേവതിയുടെ അനിയനെ നീ കുടുക്കിലാക്കി. അന്നേ നിന്നോട് ഞാൻ പറഞ്ഞതാ, വെറുതെ ഓരോ കാര്യങ്ങൾ ചെയ്ത് പാപം വരുത്തി വെക്കേണ്ട എന്ന്. അതിനൊക്കെയുള്ള തിരിച്ചടിയായിരിക്കും ഇപ്പൊ കിട്ടുന്നത്. എൻ്റെ ശ്രുതി, ഇതിലൊക്കെ നീ വിശ്വസിച്ചേ പറ്റൂ. രേവതിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവൾ ഒരു പാവം പെൺകുട്ടിയാ. അവളെ എല്ലാവർക്കും പറ്റിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാ നീ അവളെ ഓരോ ദിവസം കൂടുന്തോറും പറ്റിച്ചോണ്ടിരിക്കുന്നത്. നീ അവളെക്കുറിച്ച് മോശം പറയുമെങ്കിലും എനിക്ക് അവളെക്കുറിച്ച് മോശം പറയാനാവില്ല ശ്രുതി. അല്ലെങ്കിലും നീ അവളെ കൂടെയാണല്ലോ, എൻ്റെ കൂടെ നിൽക്കുന്നില്ലല്ലോ. ശ്രുതി, ഒരു സമയത്ത് കാല് വാരേണ്ടി വന്നാൽ നീ എൻ്റെയും കാല് വാരുന്ന എനിക്കറിയാം.
പക്ഷേ നിനക്ക് വേണ്ടി ഞാൻ ഓരോന്ന് ചെയ്യുന്നത് നിന്റെ അടുത്ത കൂട്ടുകാരി ആയതുകൊണ്ടാ. നിനക്ക് വേണ്ടി ഇതൊന്നും ചെയ്യാൻ ആരും ഇല്ലല്ലോ എന്ന് കരുതിയാ. പക്ഷേ നീ അത് ഓവറായിട്ട് മുതലെടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നീ എന്താ ഇപ്പൊ പറയുന്നത്? ഞാൻ ഇവിടുന്ന് പോയി തരണോ? അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അധികം വൈകാതെ തന്നെ നിനക്ക് നിന്റെ വീട്ടിലോട്ട് പോവേണ്ടി വരും. അതെന്താ മീരെ? എൻ്റെ അമ്മ വരുന്നുണ്ട്. അമ്മ വന്നാൽ പിന്നെ നിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോഴേക്ക് അമ്മ എന്നെ ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ തുടങ്ങും. അതിനു മുമ്പേ നീ നിന്റെ വീട്ടിലോട്ട് പോകുന്നതാ നല്ലത്. ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് വരാം. നമുക്ക് അവിടെ വെച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നീ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇവിടെ എനിക്ക് നിൽക്കാനുള്ള ചാൻസ് ഇല്ലെന്നാണല്ലേ? അത് പിന്നെ എനിക്ക് മനസ്സിലായി. ഞാനിവിടെ നിൽക്കുമ്പോൾ സുധി എന്നെ തേടി ഇവിടെ എത്തുമല്ലോ എന്നുള്ളൊരു ആശ്വാസമായിരുന്നു എനിക്ക്. പക്ഷേ ഞാനിപ്പോൾ എന്നെ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടേക്ക് സുധി ഒരിക്കലും വരില്ല. സുധിക്ക് ആ വീട് അറിയില്ലല്ലോ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ മീരയുടെ വീട്ടിൽ ഒരു കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. അത് മറ്റാരുമല്ല കേട്ടോ, രേവതിയാണ്. ശ്രുതി, ആരോ കോളിംഗ് ബെല്ല് അടിച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് ചെന്ന് നോക്കട്ടെ. ശരി. അങ്ങനെ ഡോർ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. വെറുതെ ഒന്ന് വിൻഡോയിലൂടെ നോക്കിയ സമയത്ത് രേവതിയെ കാണാണ്. അയ്യോ ശ്രുതി, രേവതിയാണ്. രേവതിയോ? അവളിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അറിയില്ല. നീ എവിടെയെങ്കിലും ഒന്ന് പോയി ഒളിക്കി. ഞാനിതേ ഈ മുറിയിലുണ്ടാവും. ശരി. അങ്ങനെ ആ മുറിയിലേക്ക് ആക്കിയതിനു ശേഷം മീര വന്ന് ഡോർ തുറക്കുന്നുണ്ട് കേട്ടോ. ആ രേവതിയോ? ഇതെന്താ രേവതി ഇങ്ങോട്ട്? ഞാൻ പൂവൊന്നും ഓർഡർ ചെയ്തില്ലല്ലോ. അത് പിന്നെ ഞാൻ പൂവ് തരാൻ വേണ്ടി വന്നതല്ല. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. മീരെ, ഇവിടെ ശ്രുതി ഉണ്ടോ? ശ്രുതിയോ? ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ശ്രുതി നിങ്ങളുടെ വീട്ടിലല്ലേ? അയ്യോ, ശ്രുതി നിന്റെ അടുത്ത കൂട്ടുകാരിയായിട്ട് നിന്നെ വിളിച്ചൊന്നും പറഞ്ഞില്ലേ? ഇല്ല. ഇത് കേട്ടപ്പോൾ ശ്രുതി മനസ്സിൽ കരുതുന്നുണ്ട്, ഛേ, ഇവൾ എന്ത് സ്വഭാവക്കാരിയാ. വീട്ടിൽ എനിക്കെതിരെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ പാടി ആഘോഷിച്ചുകൊണ്ട് നടക്കുക. നാണമില്ലാത്തവള്. അപ്പം മീര പറയുന്നുണ്ട്, രേവതി വന്ന കാലിൽ നിൽക്കാതെ ഇങ്ങോട്ടിരിക്കേ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? എനിക്കൊന്നും വേണ്ട. ചിലത് എനിക്ക് പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ പോവും. എന്താ രേവതി, എന്താ നിനക്ക് പറയാനുള്ളത്? മറ്റൊന്നുമല്ല, ഇങ്ങോട്ട് ശ്രുതി വന്നു കാണുമെന്ന് കരുതിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തായാലും ശ്രുതിയെ കണ്ടില്ലെങ്കിലും നിന്നെ എന്തായാലും ശ്രുതി വിളിക്കാതിരിക്കില്ല. അല്ലെങ്കിൽ നീ ഫോൺ ചെയ്താൽ ശ്രുതി എടുക്കാതിരിക്കില്ല. അന്നേരം ഞാൻ പറയാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ നീ ശ്രുതിയോട് പറയണം. അപ്പോൾ ശ്രുതി മനസ്സിൽ കരുതുന്നുണ്ട്, എന്നോട് പറയാനുള്ള കാര്യമോ? എന്ത് കാര്യമായിരിക്കും? അപ്പോൾ രേവതി പറയുന്നുണ്ട്, മീരെ, ശ്രുതിയുടെ കാര്യം വളരെ കഷ്ടത്തിലാ. അതെന്താ? എന്തുപറ്റി? ഞങ്ങളുടെ അമ്മായിയമ്മയുടെ കാര്യം നിനക്കറിയാലോ മീരെ. അവരൊരു തീരുമാനം എടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. അതെനിക്കറിയാം രേവതി. അവരെന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞു. എന്ത് പറഞ്ഞെന്ന്? സുധിയും ശ്രുതിയും തമ്മിലുള്ള ഡിവോഴ്സിനെ കുറിച്ച് അവർ സംസാരിച്ചിരുന്നു. അയ്യോ, ഡിവോഴ്സോ? അതെ. ഈ ഒരു ചെറിയ കാര്യത്തിന് അവരെന്തിനാ ഡിവോഴ്സിലേക്കൊക്കെ എത്തിക്കുന്നത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം സോൾവ് ചെയ്യണം. അതുകൊണ്ട് ഈ കാര്യം ശ്രുതിയോട് പറയാൻ വേണ്ടിയാ ഞാൻ വന്നത് ഇങ്ങോട്ട്. അയ്യോ പാവം ശ്രുതി, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അവിടെ നടന്ന പ്രശ്നം എന്താണെന്ന് മീരക്ക് അറിയില്ലല്ലോ. അത് ശരിയാ. അതെ, ഇടയ്ക്കെന്നെ ശ്രുതി വിളിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിരുന്നു. പക്ഷെ അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന വിവരമൊന്നും പറഞ്ഞിട്ടില്ല. ശ്രുതി ഇറങ്ങിപ്പോയതല്ല, അമ്മ അവളെ ഇറക്കി വിട്ടതാ. അയ്യോ പാവം ശ്രുതി, ഇനി അവൾ എവിടേക്ക് പോവും? അവക്ക് വരാൻ ഇങ്ങോട്ടല്ലേ ഒരു വീടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി ശ്രുതി എങ്ങോട്ട് പോയി കാണും? അത് പിന്നെ അവളുടെ 1-2 റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അവരുടെ വീട്ടിലേക്കോ മറ്റോ പോയി കാണും. അവരുടെ വീട് എവിടെയാന്ന് മീരയ്ക്ക് അറിയോ? അയ്യോ, ഇടയ്ക്ക് അവരെക്കുറിച്ച് പറയാന്നല്ലാതെ അവരുടെ വീട് എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. ഇനി ഇത് ശ്രുതിയെ അറിയിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? മീര വിളിച്ച ശ്രുതിക്ക് കിട്ടില്ലേ? ഒന്ന് വിളിക്കാവോ? ഇപ്പോഴോ? ഇപ്പം തന്നെ. എനിക്ക് ശ്രുതിയോട് കാര്യം പറയാനാ. അത് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു നോക്കാം. രേവതി വിഷമിക്കാതിരിക്കേ. ഞാൻ എന്തായാലും ശ്രുതിയെ വിളിച്ച് വിവരമൊക്കെ പറഞ്ഞോളാം. ശ്രുതിയാണെങ്കിൽ ഇത് കേട്ടിട്ട് ആകെ വിഷമിച്ചോണ്ട് നിൽക്കാനിട്ടോ മുറിയിൽ. എനിക്ക് കിടന്നിട്ട് ഉറക്കം പോലും കിട്ടുന്നില്ല മീരെ. അതെന്തു പറ്റി രേവതി? മറ്റൊന്നും കൊണ്ടല്ല. അവർ തമ്മിൽ ഡിവോഴ്സ് ആവണമെന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു വിഷമം പോലെ. കുറച്ചു നാളാണെങ്കിലും ശ്രുതിയോടൊപ്പം അവിടെ കഴിഞ്ഞതല്ലേ, ഒരു കുടുംബാംഗങ്ങളെ പോലെ. ശ്രുതി പോകുന്നത് ആലോചിക്കുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ. ശ്രുതി എന്നോട് ചെയ്യാൻ പാടില്ലാത്തത് കുറേ ചെയ്തിട്ടുണ്ടെങ്കിലും അവളോട് എനിക്ക് ഒരു വിഷമവും. എപ്പോഴും അവളോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതൊക്കെ ശ്രുതി കേൾക്കുന്നുണ്ട് കേട്ടോ. മീരെ, ശ്രുതി എനിക്ക് വർഷയെ പോലെ തന്നെയാ. അവളെയും ഞാൻ അതുപോലെ തന്നെയാ കാണുന്നത്. അവളുടെ ലൈഫിലും ഒരു പ്രശ്നം ഉണ്ടാകരുന്ന ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് അറിയിക്കണം. അമ്മ ഇന്ന് നല്ലൊരു വക്കീലിനെ കാണാൻ വേണ്ടി നിൽക്കുക. അതെങ്ങനെയെങ്കിലും പൊളിക്കണം. അതുകൊണ്ട് ഈ കാര്യം ഇവിടെ വന്ന് പറയാമെന്ന് കരുതി. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. രേവതി, ശ്രുതിയോട് ഞാൻ ഈ കാര്യമൊക്കെ പറയാം. ബാക്കിയൊക്കെ അവൾ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. ശരി മീരെ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ശരി രേവതി. ഇതും പറഞ്ഞ് രേവതിയെ യാത്ര അയക്കാനിട്ടോ. എന്നിട്ട് ഡോർ അടയ്ക്കുന്നുണ്ട് മീര. അപ്പം തന്നെ കരഞ്ഞ കലങ്ങിയ കണ്ണോട് കൂടിയിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നത്.
ശ്രുതി, മീരെ, എന്നെ എന്നെ ശ്രുതി ഡിവോഴ്സ് ചെയ്യാൻ പോവാണോ? അതെ, അതാണല്ലോ ഇപ്പം രേവതി ഇവിടെ വന്ന് പറഞ്ഞത്. നീ കുറച്ച് മുമ്പ് കൂടി രേവതിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ അതേ രേവതി തന്നെ നിന്നെ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് കണ്ടോണ്ടാ ഈ വിവരമൊക്കെ ഇവിടെ വന്ന് പറഞ്ഞത്. നീ അവളെ ദ്രോഹിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ പാവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ കാര്യമല്ലേ? മീരെ, നീ അവളുടെ കാര്യം ഇങ്ങ് വിട്. ശ്രുതി എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോവാണെന്ന് എനിക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ശ്രുതിയാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. മീരെ, നിനക്ക് ശ്രുതി ഒന്ന് കാണാൻ പറ്റൂ? അതിന് ശ്രുതി ഷോറൂം തുറക്കണ്ടേ? ഷോറൂം തുറന്നാലല്ലേ എനിക്ക് കാണാൻ പറ്റൂ. നിന്റെ വീട്ടിലോട്ട് എങ്ങാനും ചെന്ന് കഴിഞ്ഞാൽ നിന്നെ ആട്ടി ഇറക്കി വിട്ട പോലെ നിന്റെ അമ്മായിയമ്മ എന്നെ ആട്ടി ഇറക്കി വിടില്ലേ? പിന്നെ ഞാൻ എങ്ങനെയാ ശ്രുതി ഒന്ന് കാണുക? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നിന്റെ ശ്രുതിയാണെങ്കിൽ ഷോറൂം, വീട് ഷോറൂം, ഇതാണ് അവരുടെ ലോകം. അങ്ങനെ നിൽക്കുന്നവർ വെറുതെ പോലെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങില്ല. അറ്റ്ലീസ്റ്റ് ഒരു കടയിലോട്ടെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ നമുക്കൊന്ന് കാണായിരുന്നു. അയാൾ അതിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്പർ മാറ്റി ശ്രുതിയുടെ ഫോണിലോട്ടൊന്ന് വിളിച്ചു നോക്കാം. എൻ്റെ ഒരു ഉപയോഗിക്കാതെ കിടക്കുന്ന സിമ്മുണ്ട്, ഞാൻ അത് എടുത്തോണ്ട് വരാം. ഇതും പറഞ്ഞിട്ട് അലമാറയിൽ പോയി പരതിയതിനു ശേഷം ഉപയോഗിക്കാത്ത ഒരു സിമ്മുമായിട്ട് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. ഇതിൽ റീചാർജ് ഒന്നും ഉണ്ടാവില്ല, ഞാൻ ആദ്യം ഒന്ന് റീചാർജ് ചെയ്യട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് മീര റീചാർജ് ചെയ്യാൻ കേട്ടോ. ഇപ്പം റെഡി ആയിട്ടുണ്ട്, നമുക്കൊന്ന് വിളിച്ചു നോക്കാം. പിന്നെ ശ്രുതി, നിന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് നിന്റെ ഫോൺ എടുക്കാതിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ശ്രുതി എന്തായാലും ഈ ഫോൺ എടുക്കും. ആ സമയത്ത് നമുക്ക് സംസാരിക്കാലോ. ശ്രുതിയുടെ നമ്പർ ഒന്ന് പറഞ്ഞേ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ അതിലേക്ക് വിളിക്കുകയാണ്. റിങ് ചെയ്യുന്നുണ്ട്. ചന്ദ്രമതിയുടെ കയ്യിലാണല്ലോ ഫോണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രമതി പെട്ടെന്ന് ഫോൺ ശ്രദ്ധിക്കുമ്പോൾ ഒരു അൺനോൺ നമ്പറാണ് കേട്ടോ കാണിക്കുന്നത്. ഇതാരാ? അൺനോൺ നമ്പർ ആണല്ലോ. ഇനി വലിയ ബിസിനസ് മാൻമാരോ മറ്റോ ആയിരിക്കുമോ? എന്തായാലും ഒന്ന് ഫോൺ എടുത്തേക്കാം. ആരാന്നറിയാലോ? അവൾമാരോ മറ്റോ നമ്പർ മാറ്റി വിളിക്കുകയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇതും പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീരയാണ് സംസാരിക്കുന്നത്. ഹലോ, ആരാ? അത് പിന്നെ ശ്രുതിയില്ലേ? ശ്രുതിയുണ്ട്. ആരാന്ന് പറയൂ. ശ്രുതിയോടൊന്ന് സംസാരിക്കണം. ശ്രുതിയുടെ ഒരു ക്ലൈൻ്റാണ്. ശ്രുതിയുടെ ക്ലൈൻറ്റോ? അതോ എടി നീ മീരയല്ലേ? മീരയുടെ അതേ ശബ്ദം തന്നെ നിനക്ക്. അയ്യോ, നിന്റെ ആൻറ്റി പൊക്കി, ഞാൻ മീരയാണെന്ന്. മീരെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവക്ക് വേണ്ടി നീ എൻ്റെ ശ്രുതിയെ ഫോണിലോട്ട് വിളിച്ചു പോരുത്. ഇതുപോലെ അൺനോൺ നമ്പറിലൊക്കെ വിളിച്ച് നീ വെറുതെ കഷ്ടപ്പെടണ്ട. വെച്ച് പോടി ഫോണ്. ഇതും പറഞ്ഞുകൊണ്ട് ആ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. ശ്രുതി, ഈ ഫോൺ ശ്രുതിയുടെ കയ്യിലല്ല, ശ്രുതിയുടെ അമ്മയുടെ കയ്യിലാ. അവർ തന്ത്രപൂർവ്വം ഫോൺ തട്ടി മാറ്റിയേക്കുക. അതുകൊണ്ടാണ് ശ്രുതി നിന്റെ ഫോൺ എടുക്കാത്തത്. അല്ലാതെ ശ്രുതിക്ക് നിന്നോട് ഒരു പരിഭവവും ഇല്ല. എനിക്കാകെ പേടിയാവുന്ന പോലെ മീരെ, എൻ്റെ ശ്രുതി എനിക്ക് നഷ്ടപ്പെട്ട ഞാൻ പിന്നെ തൂങ്ങിച്ചാവും. ഇപ്പം ഡിവോഴ്സിൻ്റെ കാര്യമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അതിനെക്കുറിച്ച് ആലോചിക്കില്ലേ നീ? ഡിവോഴ്സ് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ നോക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കാം. മിക്കവാറും ഇതിന് ഒരാളുടെ സഹായം വേണ്ടി വരും. ആരുടെ സഹായം? വേറെ ആരുതല്ല, രേവതിയുടെയും സച്ചിയുടെയും. അവരും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റൂ. രേവതിയും സച്ചിയോ? അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് നിന്റെ പ്രശ്നം. മിണ്ടാതെ അവിടെ ഇരിക്കേ. രേവതിയും സച്ചി ഉണ്ടെങ്കിൽ മാത്രമേ നിന്റെ ഇപ്പോഴത്തെ ഡിവോഴ്സിൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റൂ. അല്ലാണ്ട് നിന്റെ ഭർത്താവിനെ കൊണ്ട് അതൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അങ്ങനെ അവരത് സംസാരിക്കുന്നതൊക്കെ അവിടെ അവസാനിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഭാമയുടെ വീട്ടിൻ്റെ കോളിംഗ് ബെൽ അടിക്കുന്നതാണ് കേട്ടോ ഒരാൾ. അങ്ങനെ ഭാമ പെട്ടെന്ന് തന്നെ പോയിട്ട് ഡോറ് തുറക്കുന്നുണ്ട്. അവിടെ ചന്ദ്രമതിയാണ് കാണിക്കുന്നത്. ആഹാ, ഇതാര്? ചന്ദ്രമതിയോ? വാ ചന്ദ്രമതി, ഞാൻ നിന്റെ ക്ഷണം സ്വീകരിച്ച് വന്നതൊന്നും അല്ല. എനിക്ക് നിന്നോട് ചിലതൊക്കെ പറയാനുണ്ട്. എന്തു പറ്റി ചന്ദ്രേ? നീ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പിന്നെ ദേഷ്യപ്പെടാതെ. ഒരു പ്രശ്നം ഇപ്പം അടങ്ങിയതേ ഉള്ളൂ. വീണ്ടും എന്താ നിന്റെ പ്രശ്നം? പ്രശ്നം ഞാൻ പറയാം, നീ അങ്ങോട്ട് വാ. എന്താ ചന്ദ്രേ, എന്താ നിന്റെ അടുത്ത പ്രശ്നം? നീ കണ്ടെത്തി തന്ന മരുമകള്, അവൾ തന്നെ അടുത്ത പ്രശ്നം. ഞാൻ കണ്ടെത്തി തന്ന മരുമകളോ? ആര്? ശ്രുതിയോ? അവൾ ഇനി എന്താ അടുത്ത പ്രശ്നം ഉണ്ടാക്കിയത്? ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ കേട്ടോ എന്നും പറഞ്ഞ് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കേട്ടതിന് ശേഷം ഭാമ പറയുന്നുണ്ട്, അയ്യോ, അവൾ ഇത്രക്കാരിയായിരുന്നോ? ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനി പറയൂ ഭാമേ, അവളെ ഞാൻ ആ വീട്ടിൽ വെച്ചോണ്ടിരിക്കണോ? അവള് രാജാത്തിയെ പോലെ അവിടെ വാഴണോ? അല്ല, നീ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത് ചന്ദ്രേ? വേറെന്ത്? അവളും തമ്മിലുള്ള ഡിവോഴ്സ്. അയ്യോ, ഈ ഒരു കാര്യത്തിന് നീ ഡിവോഴ്സിലേക്കൊക്കെ എത്തിക്കണം. എൻ്റെ മോന് നല്ലൊരു ലൈഫ് വേണം. മലേഷ്യയിൽ ഏതാണ്ടോ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ അവളുടെ അവസ്ഥ? അമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞു. അച്ഛനാണെങ്കിൽ രണ്ടാമതൊരു കെട്ടി മലേഷ്യ കൂടിയിരിക്കുകയാണത്രേ. അങ്ങേര് ഒരിക്കലെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ? അവൾക്ക് വേണ്ട കാശ് അയച്ചു കൊടുക്കുന്നുണ്ടോ? എന്നിട്ടോ അവൾ എൻ്റെ ഭർത്താവ് ചോരനീരാക്കിയ കാശ് വെച്ചിട്ട് അവളുടെ അച്ഛൻ അയച്ചു തന്ന കാശാണെന്ന് പറഞ്ഞ് വെലസി നടക്കുമല്ലേ? അങ്ങനെയുള്ളവളെ ഞാൻ എൻ്റെ വീട്ടിൽ വായിക്കണോ?
അതും കൂടി ഇല്ലെങ്കിൽ അവളുടെ അച്ഛൻ തന്ന കാശാണെന്ന് പറഞ്ഞ് 1,00,000 രൂപയുടെ അടുത്തെങ്ങാനോ അവൾ എനിക്ക് തന്നിട്ടുള്ളൂ. വലിയ കോടീശ്വരനായ ഒരു അച്ഛൻ മലേഷ്യയിലുണ്ടെങ്കിൽ അവൾ എനിക്ക് 1,00,000 രൂപയാണോ കൊണ്ടു തരേണ്ടത്? അതിനർത്ഥം മലേഷ്യയിൽ അവൾക്ക് അങ്ങനെ ഒരു അച്ഛൻ ഇല്ലെന്നാണ്. അവളെല്ലാരും പറ്റിക്കാണ് പച്ചയ്ക്ക്. അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ മിന്നിമായുന്നുണ്ട്. ദേ, നിനക്ക് അവളെക്കുറിച്ച് എന്തെങ്കിലും അറിയോ ബാമേ? അത് പിന്നെ എനിക്കെന്താ അറിയാനാ, ഇവിടെ വന്നുള്ള പരിചയമല്ലേ. എനിക്ക് എൻ്റെ കാലും കൈയും ശരീരവും ഒക്കെ നന്നായിട്ട് അവൾ മസാജ് ചെയ്ത് തരും. പിന്നെ കുറഞ്ഞ ചെലവിൽ എൻ്റെ മുടിയുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ അവൾ ചെയ്യും. അങ്ങനെയല്ലേ നീയും അവളെ പരിചയപ്പെട്ടത്. നിനക്കറിയാവുന്നതൊക്കെ തന്നെ എനിക്കറിയത്തുള്ളൂ. അവൾ മലേഷ്യയിലെ കോടീശ്വരൻ്റെ അച്ഛനാണെന്ന് അവൾ കോളിലൂടെ സംസാരിക്കുന്നതല്ലേ നീ കേട്ടത്? ഛേ, അതൊക്കെ ഒരു നാടകമായിരുന്നു എന്നാ ഭാമേ എനിക്കിപ്പോൾ തോന്നുന്നത്. ആവോ, എന്താ ഏതാന്ന് കണ്ടു തന്നെ അറിയണം. ഭാമേ, നീ പറ, ഞാൻ ഇനി എന്ത് ചെയ്യണം? എന്ത് ചെയ്യാനാ? അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. അല്ലാതെ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞ് എടിപിടിന്നൊന്നും ഓരോ തീരുമാനം എടുക്കാതെ. അല്ല, ഇതിനൊക്കെ രവിയേട്ടനും കൂടി സമ്മതിച്ചിട്ടുണ്ടോ? രവിയേട്ടനെ കാശെടുത്താ അവൾ അങ്ങനെയൊക്കെ കളിച്ചത്. അതുകൊണ്ട് രവിയേട്ടൻ ഈ കാര്യത്തിൽ തടസ്സമൊന്നും പറഞ്ഞിട്ടില്ല. രവിയേട്ടനും തടസ്സമൊന്നും പറഞ്ഞില്ലേ? ഇല്ലെന്നേ. എന്നാലും നിനക്കെന്താ ബാമയെ ഞങ്ങൾക്കില്ലാത്ത കുഴപ്പം? എന്നാ പിന്നെ നീ നിന്റെ തീരുമാനം എന്താന്ന് വെച്ചാൽ ചെയ്തോ. എങ്കിലും 1-2 ദിവസം കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ പോരെ ചന്ദ്രേ? പറ്റത്തില്ല. 1-2 ദിവസം കഴിയുമ്പോൾ എൻ്റെ മോൻക്ക് കൂടുതൽ അവളോട് അടുപ്പം തോന്നി തുടങ്ങും. ഇന്നലെ ഞാൻ ഒരുവിധമൊക്കെ പറഞ്ഞ് അവൻ്റെ മനസ്സ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കോടതി വെച്ചിട്ടാണ്. എനിക്ക് നല്ലൊരു വക്കീലിനെ കിട്ടണം. ബാമേ, നിന്റെ പരിചയത്തിൽ നല്ല വക്കീലോ മറ്റോ ഉണ്ടോ? അത് പിന്നെ ഒന്നുകൂടി ആലോചിച്ചിട്ട്. ദേ ബാമേ, ഞാൻ ഇനി ആലോചിക്കില്ല. ഞാൻ പറഞ്ഞു, ഇവർ തമ്മിലുള്ള ഡിവോഴ്സാണ് ഏറ്റവും ഉത്തമമെന്ന്. എൻ്റെ മകന് വേറെ കോടീശ്വരികളായ പെൺപിള്ളേർ ക്യൂ നിൽക്കുവാണ്. അവൻ്റെ സൗന്ദര്യത്തിനും ഡിഗ്രിക്കും മുന്നിൽ. പിന്നെ അവനിപ്പോൾ വലിയ ഷോറൂമിൻ്റെ ഓണറും കൂടിയാ. അവൻ ഇഷ്ടം പോലെ പെൺപിള്ളേരെ കിട്ടും. അവൾ പോകുന്നെങ്കിൽ പോട്ടെ. ബാമേ, നിനക്ക് പരിചയത്തിലുള്ള ഒരു അഡ്വക്കേറ്റിനെ പറ. എനിക്ക് പരിചയത്തിൽ പുരുഷോത്തമൻ അഡ്വക്കേറ്റിനെ അറിയോ നിനക്ക്? പുരുഷോത്തമൻ സാറേ എനിക്കറിയാം. എന്നാ അങ്ങേരെ ചെന്നൊന്ന് കാണാം. ഡിവോഴ്സിൻ്റെ കാര്യത്തിനൊക്കെ അദ്ദേഹം തന്നെയാ ബെസ്റ്റ്. അത് നീ പറഞ്ഞത് ശരിയാ. എന്തായാലും അദ്ദേഹത്തെ ചെന്ന് കാണാലേ? കാണാം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീയും കൂടി എൻ്റെ കൂടെ വാ. ഞാനില്ല, ഈ കാര്യത്തിനൊന്നും നീ എന്നെ കൂട്ടി വിളിക്കണ്ട. പുരുഷോത്തമൻ സാറോട് ഞാൻ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞോളാം. നീ സാറിൻ്റെ ഓഫീസിലോട്ട് പോയാൽ മതി. ശരി, എന്നാ പിന്നെ നീ വിളിച്ച് പറ. സുധിയോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ ഇപ്പം എത്തും. അവൻ വന്നാൽ ഞാനും അവനും കൂടി നേരെ പോകുന്നത് ആ ഓഫീസിലോട്ടാ. ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്നിട്ടേ ഇനി ഞാൻ ഭാമയെ വിളിക്കത്തുള്ളൂ. ചന്ദ്രേ, എന്നാലും മിണ്ടരുത് നീ. ഇതേക്കുറിച്ച് എൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി നീ ഇനി ഒരു കാര്യവും പറയണ്ട. അപ്പോഴാണ് കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. ഭാമയാണെങ്കിൽ ആ ഡോറ് തുറക്കുന്നുണ്ട്. അപ്പോൾ സുധിയാണ് വന്ന് നിൽക്കുന്നത്. അമ്മേ, നീ ഇപ്പം തന്നെ വന്നത് നന്നായി. ഭാമേ, അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് ഒന്നും സുധിയുടെ ഫോണിലേക്ക് അയക്ക്. ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോളാം. ശരി, എന്നാ വാ മോനെ. അമ്മ എന്ത് ചെയ്യാൻ പോവുക? അഡ്വക്കേറ്റിൻ്റെ അടുത്തോട്ട് പോകുന്നു. അവിടെ വെച്ച് നിങ്ങളുടെ ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പോവുക. അമ്മ എന്താ അമ്മ ഒട്ടും ആലോചിക്കാതെ? ഞാൻ ഒട്ടും ആലോചിക്കാതെ ഒന്നല്ല. ഇന്നലെ നിനക്ക് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ? എന്നാലും അമ്മേ, എനിക്ക് ശ്രുതിയില്ലാതെ. മിണ്ടരുത് നീ. ശ്രുതിയില്ലാതെ അവളെ മാത്രമാണ് വേണ്ടത്. അവളെ മതിയെങ്കിലേ നീ അവളുടെ കൂടെ പൊയ്ക്കോടാ. വേണ്ട, എനിക്ക് അല്പം മനസ്സമാധാനം മതി. അമ്മ വാ, എവിടെയാന്ന് വെച്ചാൽ ചെന്ന് ഉപ്പിട്ട് തരാം. അങ്ങനെ പറയേ, നീ വാ. ഇതും പറഞ്ഞുകൊണ്ട് സുധി കാർ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രയും സുധിയും പോവാണ്. ആ സമയത്ത് ഭാമയുടെ മുഖത്തൊരു വിഷമം പോലെ വരാൻ കേട്ടോ. പാവം, അവൻ അവളെ വലിയ കാര്യമാണെന്നാ തോന്നുന്നത്. ഈ ചന്ദ്രയുടെ സ്വഭാവം എന്താ ഇങ്ങനെ? അവൾ ഇനി ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല. കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കാതെയാ അവൾ ഒരു എടുത്തുചാട്ടം ചാടുന്നത്. നഷ്ടം സ്വന്തം മക്കൾക്ക് തന്നെയാണെന്ന് ആലോചിക്കുന്നില്ലല്ലോ. എന്തെങ്കിലും പറയാൻ ചെന്നാൽ അവൾ കടിച്ചു കയറി എന്നെ തിന്നാൻ വരും. ഇവരുടെയൊക്കെ ഒരു അവസ്ഥ. ഇതും പറഞ്ഞുകൊണ്ട് ഭാമ അകത്തേക്ക് കയറി ഡോറടിക്കാന്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വക്കീൽ ഓഫീസിൽ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വക്കീലിൻ്റെ ഗുമസ്തൻ വന്നിട്ട് പറയുന്നുണ്ട്, ചന്ദ്രമതി, സുധി ഞങ്ങളാണ്. അകത്തോട്ട് വരൂ. വാ സുധി, വാ. ഇതും പറഞ്ഞ് സുധിയെ കൊണ്ട് അകത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി, ഇരിക്കൂ. ഭാമ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. സാറേ, ഇത് ഞങ്ങളുടെ കുടുംബകാരിയാ. എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഡിവോഴ്സ് വാങ്ങിത്തരണം. അതിനെന്താ, ഡിവോഴ്സൊക്കെ വാങ്ങിത്തരാം. പക്ഷേ ഡിവോഴ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റിയൊരു കാര്യമില്ല. ഭാമ എന്നോട് പറഞ്ഞു, ചന്ദ്രമതി എടുത്തു ചാടിയിട്ടൊരു തീരുമാനം എടുത്തതാണെന്ന്. അവൾ അങ്ങനെയൊക്കെ പറയും സാറേ. പക്ഷെ എൻ്റെ മോന് ഡിവോഴ്സ് കിട്ടണം. നമുക്ക് ശ്രമിക്കാം. സുധി, തനിക്ക് ഡിവോഴ്സിന് താല്പര്യമുണ്ടോ? അത് പിന്നെ സാറേ, എനിക്ക് ഉണ്ടെന്ന് പറയടാ. സാറേ, ശ്രുതിയുടെ മുഖം കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട് സുധിക്ക് ഡിവോഴ്സിന് അത്ര കണ്ടങ്ങ് താല്പര്യമില്ലെന്ന്. അമ്മയുടെ ഇഷ്ടത്തിനാണ് സുധി ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലേ? സാറേ,
അവൾ ചെയ്തിരിക്കുന്നത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാ. അത് ശരിയാണ്. ഒരുപാട് കാലം സർവീസിലിരുന്ന ഒരു വ്യക്തിയുടെ കാശടിച്ചു മാറ്റുന്നത് അത് ശിക്ഷാർഹമാണ്. അത് മക്കളാണെന്നുണ്ടെങ്കിലും പുറമക്കാരാണെങ്കിലും അതിന് ശ്രുതിക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം. പകരം ഡിവോഴ്സൊക്കെ വേണോ? ഡിവോഴ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതും അവളെ ജയിലിൽ കയറ്റുന്നതും ഇവിടെ ഒരുപോലെയാണ് സാറേ. ശരി, നിങ്ങൾക്ക് ഡിവോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഡിവോഴ്സ് ലെറ്റർ അയക്കാം. ശ്രുതി എന്ത് പറയുന്നു? അത് പിന്നെ ഞാൻ എന്ത് പറയാനാ സാറേ? എന്നാൽ പിന്നെ ഡിവോഴ്സ് ലെറ്റർ അയക്കട്ടെ. സാറേ, ഇവൻ്റെ കാര്യമൊന്നും സാർ ആലോചിക്കേണ്ട. ഇവന് കുറച്ച് വിഷമമുണ്ട്. സാർ അയച്ചോ? ശരി. അയക്കുന്നതിന് മുമ്പായിട്ട് അവർ രണ്ടുപേരും എനിക്കൊന്ന് കാണണം. ഈ ശ്രുതി എന്ന് പറയുന്ന കുട്ടിയോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയൂ. അവളെന്തിനാ സാറേ ഇങ്ങോട്ട് വരുന്നത്? നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ അവൾക്ക് അവിടെ കിട്ടില്ലേ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇങ്ങനെ എടിപിടിന്ന് തീരുമാനം എടുക്കാൻ ഞാൻ ആരാ? ഇവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ താല്പര്യമില്ലെങ്കിലേ എനിക്കിതിൽ പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റൂ. നിങ്ങൾ പറഞ്ഞതൊരു കാരണമായി കണ്ടുകൊണ്ട് ഡിവോഴ്സ് ഒന്നും എനിക്ക് രേഖപ്പെടുത്തി തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ശ്രുതി എന്ന് പറയുന്ന വ്യക്തിയോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയണം. നിങ്ങൾ പുറത്തു പോയിന്ന് വിളിച്ചാൽ മതി. വന്നതിന് ശേഷം അകത്തോട്ട് വന്നാൽ മതി. ശരി. ശ്രുതി, നീ വന്നേ. അങ്ങനെ ശ്രുതിയും കൊണ്ട് പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. എടാ ശ്രുതി, ആ ശ്രുതിക്ക് ഫോൺ ചെയ്യ്. അതിന് എൻ്റെ ഫോൺ അമ്മയുടെ കയ്യിലല്ലേ? ഓ, അതും ശരിയാ. എന്നാൽ പിന്നെ എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാം. ഞാൻ നിൻ്റെ ഫോൺ എടുക്കാൻ മറന്നു. ആ, ഒരു മിനിറ്റ് വിളിക്കട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ ശ്രുതിക്ക്. ശ്രുതിയുടെ ഫോണിൽ ചന്ദ്രമതിയുടെ ഫോൺ കോൾ വന്നപ്പോൾ തന്നെ ശ്രുതിക്ക് ആകെ അങ്ങ് സന്തോഷമാവാണ്. മീരെ, ആൻറ്റിയാ. ആൻറ്റി എന്നെ തിരികെ വിളിക്കാനായിരിക്കും വിളിക്കുന്നത്. എന്തായാലും ആ ഫോണെന്ന് എടുത്തു നോക്ക്. ഹലോ ആൻറ്റി. അവളുടെ ഒരു ആൻറ്റി. ദേ, ഞാൻ നിന്നെ വിളിച്ചതേ നിന്റെ കുശലം ചോദിക്കാനൊന്നും അല്ല. നീ എത്രയും പെട്ടെന്ന് ഞാൻ അയച്ചു തരുന്ന ലൊക്കേഷനിലോട്ട് വാ. എവിടേക്കാ ആൻറ്റി? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. നീ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വാ. സ്ഥലവും കാര്യമൊക്കെ ഞാൻ അയച്ചിട്ടുണ്ട്. നീ അങ്ങോട്ട് വന്നാൽ മതി. ശരി ആൻറ്റി. സുധി എൻ്റെ കൂടെയുണ്ട്. ഇവിടെ വന്നാൽ സുധിയെ കാണാൻ പറ്റും. എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം ആൻറ്റി. ഇതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. മീരെ, ഞാൻ എത്രയും പെട്ടെന്ന് അവരയച്ചു തരുന്ന ലൊക്കേഷനിലോട്ട് ചെല്ലട്ടെ. അങ്ങോട്ട് എന്നോട് എത്രയും പെട്ടെന്ന് എത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാനായിരിക്കും. എല്ലാം പറഞ്ഞു തീർത്ത് ഇവിടെ കൊണ്ട് അവസാനിച്ചാൽ മതിയായിരുന്നു. എനിക്ക് എൻ്റെ സുധിയെ തിരികെ കിട്ടിയാൽ മതിയായിരുന്നു. നീ എന്തായാലും സമയം കളയണ്ട. എത്രയും പെട്ടെന്ന് ഡ്രസ്സ് മാറ്. ഞാൻ നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മീരയോടൊപ്പം ബൈക്കിൽ ആ സ്ഥലത്ത് എത്തുന്നതാണ് കേട്ടോ. മീര നേരെ വണ്ടി തിരിച്ച് ഡ്രോപ്പ് ചെയ്തതിനു ശേഷം അവിടുന്ന് പോകുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ കോടതിയുടെ മുഖം പോലും നോക്കാതെ അങ്ങോട്ട് കയറി ചെല്ലാണ്. സന്തോഷത്തോടെയാണ് കേട്ടോ അങ്ങോട്ട് ചെല്ലുന്നത്. ശ്രുതി, അപ്പൊ ചന്ദ്രപതി മുന്നിലോട്ട് വരുന്നുണ്ട്. മാറി നിൽക്ക്. ഇവൻ ഇപ്പം നിന്റെ ഭർത്താവല്ല. നീയുമായിട്ടുള്ള ഡിവോഴ്സിന് നിൽക്കുന്ന ഒരു വ്യക്തിയാ. അതുകൊണ്ട് ഇവനെ ദേഹത്ത് തൊട്ടു പോരുത്. ആൻറ്റി, ഡിവോഴ്സോ? ഡിവോഴ്സ് തന്നെ. ഇത് കുടുംബ കോടതിയാ. നിങ്ങൾ തമ്മിലുള്ള ഡിവോഴ്സിനാ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. സുധി, എന്തൊക്കെയാ ആൻറ്റി പറയുന്നത്? സുധിയും എന്നെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണോ? അത് പിന്നെ ശ്രുതി, മിണ്ടരുത്. സുധി, നിനക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം പറയാൻ പറ്റില്ല സുധി. എടി, ഞാൻ നിന്നെ വിളിപ്പിച്ചതേ ഡിവോഴ്സിൻ്റെ കാര്യം തയ്യാറാക്കാൻ വേണ്ടിയാ. അല്ലാതെ എൻ്റെ മോനോട് കുശലം പറഞ്ഞിരിക്കാനല്ല. ആ സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഈ പുരുഷോത്തമൻ അഡ്വക്കേറ്റ് വരുന്നത്. ആഹാ, ഇതാണോ ശ്രുതി? അതെ സാറേ, ഇതാ ശ്രുതി. ശ്രുതി, ഞാൻ എന്തായാലും ഒരു അർജൻറ്റ് കേസിന് പോകാൻ നിൽക്കുകയായിരുന്നു. എന്തായാലും ഇവിടെ കണ്ടത് നന്നായി. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഡിവോഴ്സ് ആവാൻ താല്പര്യമുണ്ടോ? സാറേ, എനിക്ക് ഒരിക്കലും ഡിവോഴ്സ് ആവാൻ താല്പര്യമില്ല. ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇവരെടുത്തതാ സാറേ ഇങ്ങനെയൊരു തീരുമാനം. അപ്പം ശ്രുതി പറയുന്നുണ്ട്, സാറേ എനിക്കും ഡിവോഴ്സ് ആവണമെന്ന്. എടാ, മിണ്ടാതിരിക്കുക. പറ ശ്രുതി, ഡിവോഴ്സ് ആവാൻ താല്പര്യമില്ലല്ലോ. എന്തായാലും നിങ്ങൾ ചെയ്തത് വലിയൊരു തെറ്റാണ്. നിങ്ങൾ അച്ഛൻ അയച്ചെന്ന കാശാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ കാശുകൊണ്ട് നിങ്ങൾ ദൂർത്ത് കാണിച്ചില്ലേ? അത് വലിയൊരു തെറ്റാണ്. അതിന് നിങ്ങൾക്കെതിരെ വലിയൊരു ആക്ഷൻ എടുക്കേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം ജയിലിൽ കിടക്കാനുള്ള വകുപ്പുണ്ട്. അത് വേണോ ഇവർക്ക് ഡിവോഴ്സ് കൊടുക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കേ. നന്നായിട്ട് നിങ്ങൾ ആലോചിച്ചിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. വക്കീൽ നോട്ടീസ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. രണ്ടുപേർക്കുള്ളതും. ഇനിയിപ്പോൾ തനിക്ക് വേണ്ടി അങ്ങോട്ട് അയക്കണ്ടല്ലോ. രണ്ടുപേർക്കും ഇവിടെ നിന്ന് തന്നെ തരാം. നിങ്ങൾക്കിനി ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവോഴ്സിൻ്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം. ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി സാറേ. ഇതും പറഞ്ഞുകൊണ്ട് അവരവിടുന്ന് പോവാണ് കേട്ടോ. ദേ, പുരുഷോത്തമൻ സാറ് പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ട് സമ്മതിച്ച് ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കണമെന്ന്. ദേ ശ്രുതി, എൻ്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയില്ല. അതുകൊണ്ട് എൻ്റെ മോനെ നിൻ്റെ കരിക്കിൽ നിന്നും മോചിപ്പിച്ച് കൊടുക്കണം. ഇല്ല, ഞാൻ ഒരിക്കലും ഒപ്പിടില്ല. എനിക്ക് ശ്രുതി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ആൻറ്റി. ആൻറ്റി എന്നൊന്ന് മനസ്സിലാക്ക്. മാറി നിൽക്കടി. എന്നെ നീ തൊട്ടു പോവരുത്. എടി, നീ എന്താ പറഞ്ഞത്? നിൻ്റെ അച്ഛൻ മലേഷ്യയിലാണ്, അങ്ങേരയച്ചെന്ന പണമാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഭർത്താവ് ചോര നീരാക്കിയ കാശ് എടുത്തോണ്ടല്ലേടി നീ ഈ നാടകമൊക്കെ കാണിച്ചു കൂട്ടിയത്. നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കേടി?
ഇനി ഒരിക്കലും നിനക്ക് മലേഷ്യൻ അങ്ങനെ ഒരു അച്ഛനുണ്ടെന്നും നീ പണക്കാരിയാണെന്നും ഞാൻ വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് നിന്നിൽ നിന്നും എൻ്റെ മോൻക്കൊരു മോചനം വേണം. ഒപ്പിടാൻ വേണ്ടി റെഡി ആയിട്ടിരുന്നോ? ശ്രുതി, എന്നാൽ നമുക്ക് പോയാലോ? അത് പിന്നെ അമ്മേ, ശ്രുതിയോട് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വരാം. ശ്രുതി, അത് വേണ്ട, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അമ്മേ. എനിക്ക് ശ്രുതിയോട് 1-2 കാര്യം സംസാരിക്കാനുണ്ട്. അവസാനമായിട്ട് ഞങ്ങൾ ഇതെങ്കിലും സംസാരിക്കട്ടെ അമ്മേ. ഓ, ഇത് വലിയ കഷ്ടമായല്ലോ. ശരി, എന്നാൽ പിന്നെ ഒരു 5 മിനിറ്റ് അതിനുള്ളിൽ സംസാരിച്ച് കഴിയണം. ശരി അമ്മേ. ഇതും പറഞ്ഞ് ചന്ദ്രമതി അവിടുന്ന് പോവാണ് കേട്ടോ. ശ്രുതി, നിനക്കെന്നെ മറക്കാൻ പറ്റുമോ ശ്രുതി? ഇല്ല ശ്രുതി, പക്ഷേ എൻ്റെ അമ്മ എടുത്ത തീരുമാനത്തെ എനിക്ക് ധിക്കരിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ. അമ്മമാർ പറയുന്നതിൽ കേൾക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഡിവോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അതിന് നീ കൂട്ടു നിൽക്കുകയാണ് ശ്രുതി. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പണ്ട് മുതലേ എൻ്റെ അമ്മയെ അനുസരിച്ചാണ് ശീലിച്ചത്. അതുകൊണ്ട് എൻ്റെ അമ്മ പറയുന്നത് കേൾക്കാന്നല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല ശ്രുതി. എന്തെങ്കിലും ചെയ്ത് ഈ ഡിവോഴ്സ് ഇല്ലാതാക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും പരമാവധി നോക്കാൻ ഞാൻ ശ്രമിക്കാം ശ്രുതി. അതല്ലാതെ നിനക്ക് പ്രതീക്ഷ ഒന്നും തരാൻ പറ്റത്തില്ല. കഴിഞ്ഞില്ലേ ശ്രുതി? ഞാൻ വരുന്നു അമ്മേ. എന്താന്ന് വെച്ചാൽ ഞാൻ നിന്നെ വിളിച്ചറിയിക്കാം. ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടുന്ന് പോവുകയാണ് കേട്ടോ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ചോണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ആ ഒരു വിഷമത്തിൽ നിൽക്കാൻ കേട്ടോ. അവിടെ നിന്ന് നേരെ ശ്രുതി പോകുന്നത് ശ്രുതിയുടെ വീട്ടിലോട്ടാണ്. ശ്രുതി വളരെയധികം വിഷമിച്ചുകൊണ്ടാണ് കയറി ചെല്ലുന്നത്. അമ്മയെ ചെന്ന് ഓടി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അമ്മ കണ്ട ദുർസ്വപ്നം ഏകദേശം ബലിച്ചമ്മയെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അമ്മയെ പോയി കെട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു കിടലൻ എപ്പിസോഡ് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് നെക്സ്റ്റ് എപ്പിസോഡിലായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ശ്രുതിയും ഡിവോഴ്സ് ആകുമോ? എന്തൊക്കെ സത്യങ്ങളാണ് ഇനി അറിയാനിരിക്കുന്നത്? അധികം വൈകാതെ തന്നെ ശ്രുതിയുടെ മറ്റ് കളത്തരങ്ങളും ചന്ദ്രമതി അറിയാൻ ഇടയാകുന്നുണ്ട്. അപ്പോൾ വരാനിരിക്കുന്ന ആ ഒരു കിടലൻ എപ്പിസോഡുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്യുക, നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇടാനുള്ള എപ്പിസോഡ് ഉടനടി തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.